ഹായ്. തനിച്ചാകുന്നതിനെ അല്ലെങ്കിൽ തനിച്ചിരിക്കുന്നതിനെ നിങ്ങളെങ്ങനെയാണ് സമീപിക്കുന്നത്? ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, തനിച്ചാകുന്നത് എനിക്ക് വളരെ വിഷമമാണ്, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് പേടിയാണ് എന്നൊക്കെ. അപ്പം തനിച്ചാകുന്നതിൻ്റെ ചില ഗുണങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ നമുക്ക് പറ്റും. നമ്മളെ വളരെ അടുത്തറിയാൻ, നമ്മുടെ ഉള്ളിൽ ഉണങ്ങാത്ത മുറിവുകൾ, പൂർത്തിയാകാതെ പോയ ആഗ്രഹങ്ങൾ, അടുപ്പിൽ കൂട്ടി കത്തിച്ച് വെച്ച സ്വപ്നങ്ങൾ, അങ്ങനെ പലതും. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു മധ്യവയസ്സ് കഴിഞ്ഞ സ്ത്രീകളോടാണ്. അപ്പം എനിക്ക് 38 വയസ്സായി. അപ്പം ഏകദേശം എൻ്റെ ഇതേ ഏജിലുള്ള എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവരൊന്നും പൊതുവെ സാധാരണ വീട്ടമ്മമാർ അവർക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടാവില്ല. അടുക്കളയിൽ അരച്ചും അടുപ്പ് കത്തിച്ചും ഭക്ഷണം ഉണ്ടാക്കിയും അടിച്ചും തുടച്ചും സ്കൂളിൽ കുട്ടികളെ റെഡിയാക്കി പറഞ്ഞയച്ച് അങ്ങനെ. അപ്പം അവരുടെ ലൈഫ് ഭർത്താവിന് വേണ്ടിയല്ലാതെ, കുട്ടികൾക്ക് വേണ്ടിയല്ലാതെ, മറ്റുള്ളവർക്ക് വേണ്ടിയല്ലാതെ ഒരു ദിവസമെങ്കിലും അവർക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവണം. കാരണം നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല എങ്കിൽ ഒരു നിമിഷമെങ്കിലും, അപ്പോൾ എന്ത് ലൈഫാണത്? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു തനിച്ചിരിക്കാൻ കുറച്ച് ടൈം കണ്ടെത്തുക, നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ ചില നിമിഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിരിക്കാം, ചിലർ പാട്ട് പാടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലർ എഴുതുന്നുണ്ടായിരിക്കാം. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളത് ചെയ്യുക. ഇപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പം ഞാനിടയ്ക്ക് പാടാറുണ്ട്. അപ്പോൾ അതിന് ടെമ്പോ അല്ലെങ്കിൽ അതിൻ്റെ താളം, ലയം അതൊന്നും നോക്കിയിട്ടല്ല, എനിക്കെന്താണോ സന്തോഷം തരുന്നത് ഞാനത് ചെയ്തു. അപ്പം നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.